അപ്പൊ ജസീമിന്റെ കുറെ കമന്റുകൾ കണ്ടു. ഹിന്ദു മുസ്ലിം വൈര്യം ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ്. നമ്മൾ ഒരു ഭാഗത്ത് മതവിമർശനം അതൊരു വേറെ പാറ്റേൺ ആണ്. മതവിമർശനം പോലും ഈ രാഷ്ട്രീയത്തിൽ കൂട്ടിക്കുഴക്കാൻ പാടില്ല എന്ന അഭിപ്രായം. കാരണം നമ്മൾ മതവിമർശനം നടത്തുന്നത് ഒരു മതത്തിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആ മതത്തിനകത്തുള്ള ആളുകൾക്ക് അവബോധമുണ്ടാക്കാനും തീവ്രമായ മതബോധത്തിലേക്ക് അടുത്ത തലമുറ പോകാതിരിക്കാനും നിലവിലുള്ള സമുദായത്തെ മതത്തിനതീതമായി മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന ചിന്തയിലേക്ക് ഉയർത്താനും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ഹിന്ദു മുസ്ലിം വൈര്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും മതസമൂഹങ്ങൾ തമ്മിലുള്ള സമവായം, സഹകരണം, സൗഹാർദ്ദം സാധ്യമാകുന്ന തരത്തിലേക്ക് വിശ്വാസങ്ങൾ പരിഷ്കരിക്കപ്പെടണം. വിശ്വാസി സമൂഹത്തിൽ മാറ്റമുണ്ടാകണം. ഭിന്നിപ്പിന്റെയും വിഘടിപ്പിന്റെയും ഒക്കെ ഒരുപാട് കാലത്തെ നൂറ്റാണ്ടുകളായിട്ടുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളായിട്ടുള്ള മുറിവിന്റെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് മോചനം ഉണ്ടാവണം. വിശ്വാസികൾ പരസ്പരം സൗഹൃദത്തിലാവണം. അപ്പൊ മാത്രമേ നടക്കുള്ളൂ. അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച മുറിവിൽ മുളക് പരത്തുന്ന പണി നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ തുടർന്നു പോരുന്നത് എത്രത്തോളം ഗുരുതരമാണെന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഇത് സാധ്യമാകും. സാധ്യമാകാനുള്ള ഏക പോം വഴി മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്തുന്നതിൽ നിന്ന് രാഷ്ട്രീയക്കാരെ തടയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അവബോധമുള്ള പൗരസമൂഹം ഉണ്ടായി വരിക എന്നുള്ളതാണ്. അതിനവരെ പ്രേരിപ്പിക്കുക, അതിനവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യക്കാർ ചെയ്യേണ്ട പണി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.